തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി ബി.ജെ.പി. സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളോടൊപ്പം നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് ലഭിച്ചാൽ നടപ്പാക്കാൻ പോകുന്ന ബൃഹത് പദ്ധതികൾ വിവരിച്ചുള്ള ക്യാമ്പയിൻ അടക്കമാണ് ആലോചനയിൽ ഉള്ളത്. വളരെ വൈകാതെ പ്രചാരണം ആരംഭിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തിന് നൽകിക്കഴിഞ്ഞു. നഗരസഭ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും പരിമിത സാഹചര്യത്തിൽ നിലവിലെ ബി.ജെ.പി. കൗൺസിലർമാർ വാർഡ് തലത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയും പ്രചാരണം വ്യാപകമാക്കും. 101 സീറ്റുകളായി ഉയരുന്ന നഗരസഭയിൽ 17 വാർഡുകൾ കൂടി നേടിയാൽ എൻ.ഡി.എക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കും. ഇത് അസാധ്യമല്ലെന്ന വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടായെങ്കിലും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യമായി നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. 45 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിൽ അധികാരം നേടാനുള്ള വിവിധ വഴികളാണ് ബി.ജെ.പി. തേടുന്നത്. നിയമന അഴിമതി തുറന്നുകാട്ടി സമരപരിപാടിക്ക് തുടക്കം കുറിക്കും. താൽക്കാലിക ശുചീകരണ തൊഴിലാളികളായി നിയമിക്കപ്പെടുന്നവർ CPM-കാരായതിനാൽ പണിയെടുക്കാതെ ഒപ്പിട്ടു പോകുമ്പോൾ മാലിന്യ സംസ്കരണം മുതൽ കാട് വെട്ടിത്തെളിക്കലും തെരുവുനായ ശല്യവും വരെ പരിഹരിക്കപ്പെടാതെ പോകുന്നുവെന്ന വാദം തിരഞ്ഞെടുപ്പ് രംഗത്തുയർത്തും. ഇൻഡോർ മോഡൽ ശുചീകരണ പ്ലാന്റ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനമാകും. IT മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യം മുതൽ വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നഗരസഭയുടെ തനത് പദ്ധതികളുമുണ്ടാകും. നിലവിൽ ഏറ്റവും മികവ് പുലർത്തിയ കൗൺസിലർമാരെ വീണ്ടും സ്ഥാനാർത്ഥിയായി പരിഗണിക്കും. വാർഡുകൾ മാറി മത്സരിക്കേണ്ട നിലയുണ്ടായാലും ഇവർക്ക് സീറ്റ് ഉറപ്പാക്കും. സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത എന്നാൽ ജനകീയരായ വ്യക്തികളുടെ പട്ടികയും വാർഡ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നുണ്ട്. LDF-ലും UDF-ലും നേതൃത്വങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്നവരുമായും ചർച്ചകൾ നടക്കുന്നു. വി വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.